ഒട്ടുമിക്ക ആൾക്കാരിലും കൂടുതലായും കണ്ടുവരുന്നത് കാലിന് നീർക്കെട്ട്, കാലുവേദന അല്ലെങ്കിൽ സന്ധിവേദന, പിന്നെ ഒത്തിരി കിതപ്പ് ഉണ്ടാകുക, പിന്നെ വയറിൻ്റെ വലതുഭാഗത്ത് വേദന ഉണ്ടാകുക, കാലിനും കൈകളിലെയും നഖങ്ങളിലും അതുപോലെ തന്നെ കണ്ണിലും മഞ്ഞ കളർ ഉണ്ടാകുക അല്ലെങ്കിൽ നമ്മൾ മഞ്ഞപ്പിത്തം എന്ന് പറയുന്ന രീതിയിൽ ഉണ്ടാകുക. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് നോക്കണ്ടേ? ഈ വീഡിയോയിലൂടെ നമുക്കത് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഞാൻ ഡോക്ടർ സ്റ്റെഫി ജലസ്റ്റിൻ, മെഡിക്കൽ ഓഫീസർ, പ്രാണനേശിക്കർ ഹോസ്പിറ്റൽ. കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ വീക്കം എന്ന് പറയുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടുകയും ഇത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫാറ്റ് കരളിൽ അടിഞ്ഞുകൂടുന്നതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് നമ്മൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഫാറ്റ് ലിവർ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക അസുഖങ്ങളും വരാൻ പ്രധാന കാരണമാണ്, അല്ലെങ്കിൽ ഒട്ടുമിക്ക അസുഖങ്ങളും വരുന്നതിന് ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ പറയാം. ഇപ്പോൾ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതിനെ ഫോളോ അപ്പ് ആയിട്ട് ഒത്തിരി അസുഖങ്ങൾ വരും. ഇപ്പോൾ ഡയബറ്റീസ് ആയിക്കോട്ടെ, ഹൈപ്പർ കൊളസ്ട്രീമി ആയിക്കോട്ടെ, ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ, കൊറോണറി ആർട്ടറി ഡിസീസ് ആയിക്കോട്ടെ, ഇങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. കരൾ നമ്മുടെ വയറിൻ്റെ വലതുഭാഗത്ത് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗനാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 1200 മുതൽ ഒരു 1300 വരെയുള്ള ഗ്രാമാണ്. 1200 മുതൽ 1300 വരെ ഗ്രാം വെയിറ്റ് ഉണ്ട് ഇതിന്. ഒരു റഗ്ബി ബോളിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആയിരിക്കും അത് നമ്മുടെ വലതുഭാഗത്ത് അല്ലെങ്കിൽ വയറിൻ്റെ വലതുഭാഗത്ത് കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റോക്സിഫിക്കേഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് മാറ്റേഴ്സിനെ എക്സ്പെൽ ചെയ്യുക എന്നതാണ് കരളിൻ്റെ പ്രധാന ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് നമ്മൾ ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരൾ വീക്കം എന്ന് പറയുന്നത്. ഇതിന് പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് കരളിൽ അടിഞ്ഞുകൂടുകയും ഇത് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഫാറ്റ് കരളിൽ അടിഞ്ഞുകൂടുന്നതിൻ്റെ പെർസെൻറ്റേജ് അനുസരിച്ച് നമ്മൾ ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഫാറ്റ് ലിവർ എന്ന് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ ഒട്ടുമിക്ക അസുഖങ്ങളും വരാൻ പ്രധാന കാരണമാണ്, അല്ലെങ്കിൽ ഒട്ടുമിക്ക അസുഖങ്ങളും വരുന്നതിന് ഒരു പ്രധാന കാരണമായിട്ട് നമുക്ക് ഫാറ്റി ലിവർ പറയാം. ഇപ്പോൾ ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അതിനെ ഫോളോ അപ്പ് ആയിട്ട് ഒത്തിരി അസുഖങ്ങൾ വരും. ഇപ്പോൾ ഡയബറ്റീസ് ആയിക്കോട്ടെ, ഹൈപ്പർ കൊളസ്ട്രീമി ആയിക്കോട്ടെ, ഹൈപ്പർ ടെൻഷൻ ആയിക്കോട്ടെ, കൊറോണറി ആർട്ടറി ഡിസീസ് ആയിക്കോട്ടെ, ഇങ്ങനെ പല രീതിയിലുള്ള അസുഖങ്ങളും ഒരാൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. കരൾ നമ്മുടെ വയറിൻ്റെ വലതുഭാഗത്ത് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗനാണ്. ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഒരു 1200 മുതൽ ഒരു 1300 വരെയുള്ള ഗ്രാമാണ്. 1200 മുതൽ 1300 വരെ ഗ്രാം വെയിറ്റ് ഉണ്ട് ഇതിന്. ഒരു റഗ്ബി ബോളിൻ്റെ ഒരു ഷേപ്പിലൊക്കെ ആയിരിക്കും അത് നമ്മുടെ വലതുഭാഗത്ത് അല്ലെങ്കിൽ വയറിൻ്റെ വലതുഭാഗത്ത് കാണപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡിറ്റോക്സിഫിക്കേഷനാണ്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് മാറ്റേഴ്സിനെ എക്സ്പെൽ ചെയ്യുക എന്നതാണ് കരളിൻ്റെ പ്രധാന ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. കരൾ എന്നത് ഒരു മിറാക്കിൾ ഓർഗനാണ്, അല്ലെങ്കിൽ നമുക്കൊരു അത്ഭുതകരമായ അവയവം എന്ന് തന്നെ പറയാം. കാരണം ഇതിന് സ്വയമായിട്ട് റിന്യൂ ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ റിന്യൂ ചെയ്യേണ്ട ശക്തിയുണ്ട്. റിന്യൂ എന്ന് പറയുമ്പോൾ പുതിയ കോശങ്ങളുണ്ടാക്കി പുതിയൊരു ഫോമിലോട്ട് ആകാനുള്ള കഴിവ് കരളിനുണ്ട്. അപ്പോൾ നമ്മൾ എത്ര ഡാമേജ് ആയാലും, ഇപ്പോൾ ഒരു ലിവർ ഫാറ്റി ലിവർ ആയിക്കോട്ടെ, സിറോസിസ് ആയിക്കോട്ടെ, ഫൈബ്രോസിസ് ആയിക്കോട്ടെ, ഈ പല കണ്ടീഷൻസ് വന്നാലും ലിവറിന് എന്താ പറയുക ഒരു 90% ഡാമേജ് ആയാലും നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഹീലിംഗ് ഒരു സ്റ്റാർട്ടപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മളൊരു ഹീലിംഗ് കൊടുക്കുകയാണെങ്കിൽ കരളിന് പുതിയതാകാൻ അല്ലെങ്കിൽ കോശങ്ങൾ റിന്യൂ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു കരളിന് ഡിറ്റോക്സിഫിക്കേഷൻ ഓർഗനാണ്, അല്ലെങ്കിൽ ഡിറ്റോക്സിഫിക്കേഷനാണ് കരളിൻ്റെ ഫസ്റ്റ് ഫംഗ്ഷൻ അല്ലെങ്കിൽ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടോക്സിൻ മാറ്റേഴ്സിനെ വേസ്റ്റായിട്ട് എന്ത് പറയുന്നു മൂത്രത്തിലൂടെയും അതുപോലെ തന്നെ മലത്തിലൂടെയും വിയർപ്പിലൂടെയും പുറന്തള്ളുന്നു. നമുക്കറിയാം ഒട്ടുമിക്ക ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസിന് പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ അടിഞ്ഞുകൂടുന്ന അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുന്ന ഡെപ്പോസിറ്റ് ആകുന്ന വേസ്റ്റ് മാറ്റേഴ്സാണ്. അപ്പോൾ കരളിൻ്റെ ഫംഗ്ഷൻ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നമ്മുടെ എന്ത് പറ്റും നമ്മുടെ ശരീരത്തിൽ വേസ്റ്റ് അടിഞ്ഞു കൂടുകയും ഇത് ഓട്ടോഇമ്യൂൺ ഡിസീസ് പോലുള്ള കണ്ടീഷന് പ്രധാന കാരണമാകുകയും ചെയ്യുന്നു. ബയൽ സെക്രഷൻ പോലെ തന്നെ ആൽബുമിൻ പ്രൊഡക്ഷനും ലിവർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൽബുമിൻ എന്നത് പറയുന്നത് ഒരു പ്രോട്ടീനാണ്. ഇത് വാട്ടർ റിട്ടൻഷൻ അല്ലെങ്കിൽ വാട്ടർ റിട്ടൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആൽബുമിനാണ്. നമ്മുടെ സെൽസിലെയും അതുപോലെ തന്നെ രക്തധമനികളിലെയും വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യുന്നതും ആൽബുമിനാണ്. സോ നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഇറഗുലാരിറ്റിയോ അല്ലെങ്കിൽ ഫങ്ഷൻസ് ഇമ്പയർ ആകുമ്പോൾ ആൽബുമിൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നു. ഇതാണ് നമ്മുടെ എന്താ പറയുക വാട്ടർ അക്കുമുലേഷന്, കാലിൽ നീര് കാണുക, വയറിൽ വെള്ളം കെട്ടിക്കിടക്കുക എന്നീ പോലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്നത്.
ബ്ലഡിൽ അമിനോ ആസിഡിൻ്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതും അയണിൻ്റെ സ്റ്റോറേജ് ഹോമും എല്ലാം നമ്മുടെ ലിവർ തന്നെയാണ്. അതുപോലെ തന്നെ ബ്ലഡ് ക്ലോട്ടിങ്ങിന് സഹായിക്കുന്നതും അമോണിയയുടെ അല്ലെങ്കിൽ അമോണിയ എന്ന് പറഞ്ഞതൊരു ടോക്സിക് മാറ്ററാണ്. ഇതിൻ്റെ എക്സ്പെല്ലിങ്ങിനും ലിവർ തന്നെ വേണം. അമോണിയനെ യൂറിയായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യുന്നതും ലിവർ തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസ് നമ്മൾ ഊർജ്ജത്തിനായി ഉപയോഗിക്കും. നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസിനും അതുപോലെ തന്നെ എല്ലാ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്നതിന് ശേഷം ബാക്കി വരുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കോജൻ ഫോമിൽ ലിവറിൽ സ്റ്റോർ ആക്കുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മൾ കഴിക്കുന്ന കൊഴുപ്പുള്ള ആഹാരത്തിൽ നിന്ന് വരുന്ന ഫാറ്റ് ഉപയോഗിക്കുകയും എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും അധികമായിട്ട് വരുന്ന ഫാറ്റ് ട്രൈഗ്ലിസറൈഡായിട്ട് ലിവറിൽ സ്റ്റോർ ആകുന്നു. ഇങ്ങനെ അമിതമായിട്ട് അല്ലെങ്കിൽ അധികമായിട്ട് സ്റ്റോർ ആകുന്ന ട്രൈഗ്ലിസറൈഡും അതുപോലെ തന്നെ ഗ്ലൈക്കോജനും ഫാറ്റായിട്ട് മാറുകയും ഫാറ്റി ലിവർ ഉണ്ടാകുകയും ചെയ്യുന്നു. കൂടാതെ തൈറോയിഡിനെ കൺവേർഷൻ, അതായത് തൈറോയ്ഡ് അല്ലെങ്കിൽ T4നെ T3 ആയിട്ട് കൺവേർട്ട് ആക്കുന്നതിനും ലിവറിൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് അല്ലെങ്കിൽ എല്ലാവരും ആലോചിക്കും, എന്തുകൊണ്ടാണ് ഫാറ്റ് വന്ന് ലിവറിൽ അക്യുമുലേറ്റ് ആക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഫാറ്റ് വന്ന് ലിവറിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, അധികമായിട്ട് വരുന്ന ഗ്ലൂക്കോസ് ഗ്ലൈക്കോജനായിട്ടും അധികമായിട്ട് വരുന്ന ഫാറ്റ് ട്രൈഗ്ലിസറൈഡായിട്ടും സ്റ്റോർ ആകുന്നത് ലിവറിൽ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ കാലറി ഡെഫിസിറ്റിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമുക്കറിയാം, നമുക്ക് ഒരു സെഡൻറ്ററി ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാൾക്ക് 1500 കിലോ കാലറീസ് പെർ ഡേ മതിയായിരിക്കും. അപ്പോൾ നമ്മൾ അതിലധികം ആഹാരം കഴിക്കുമ്പോൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന കാലറീസ് വീണ്ടും എന്താകുന്നു, സ്റ്റോർ ആക്കുന്നു. സോ നമ്മൾ ഡെയിലി ഇപ്പോൾ 2000 കിലോ കാലറിയാണ് ഞാൻ കഴിക്കുന്നതെങ്കിൽ 1500 മതി എനിക്ക് ഡെയിലി യൂസിന്. അപ്പോൾ ബാക്കിയുള്ള ആ 500 എന്താകുന്നു, വീണ്ടും സ്റ്റോർ ആക്കുന്നു. സോ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഇതേപോലത്തെ കാലറീസ് അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എക്സ്ട്രാ വരുന്ന ഫാറ്റ് ആയിക്കോട്ടെ ഗ്ലൂക്കോസ് ആയിക്കോട്ടെ ഡെയിലി ഇങ്ങനെ സ്റ്റോർ ആകുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ സ്റ്റോർ ആകുന്നത് എവിടെയാണ്? നമ്മുടെ ലിവറിൽ തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഫാറ്റി ലിവർ 2 തരത്തിലുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും ആൽക്കഹോളിക് ഫാറ്റി ലിവറും. അതായത് മദ്യം കഴിച്ചില്ലെങ്കിൽ ആൽക്കഹോൾ കാരണം ഫാറ്റി ലിവർ ഉണ്ടാകുന്നതും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും നമ്മുടെ സെഡൻറ്ററി ലൈഫ് സ്റ്റൈലിൽ നിന്നും എക്സസൈസ് കുറവായിട്ടുള്ള സിറ്റുവേഷൻസിൽ നിന്നും ഉണ്ടാകുന്നതാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ. ആൽക്കഹോളിക് ഫാറ്റി ലിവർ വരാൻ പ്രധാന കാരണം അധികമായി മദ്യം കഴിക്കുമ്പോൾ ലിവർ അത് പ്യൂരിഫൈ ചെയ്യാൻ സമയത്ത് അല്ലെങ്കിൽ ആൽക്കഹോളിൻ്റെ എൻഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അസറ്റാൽഡിഹൈഡാണ്. ഓക്കെ. അപ്പോൾ ഈ അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഇതൊരു കാർസിനോജനാണ്. ക്യാൻസർ വരാൻ പ്രധാന കാരണമായ ഒരു ഫാക്ടറാണ് കാർസിനോജൻ. അസറ്റാൽഡിഹൈഡ് എന്ന് പറയുന്നത് ഒരു കാർസിനോജനാണ്. അത് പലവിധ ക്യാൻസർ രോഗങ്ങൾക്കും പ്രധാന കാരണമാകുന്നു. കൂടാതെ ഇത് DNA ഡാമേജ് ഉണ്ടാക്കുന്നു. അതായത് ഓൾറെഡി പറഞ്ഞു, കരളിന് സ്വന്തമായിട്ട് അല്ലെങ്കിൽ സെൽഫായിട്ട് റിന്യൂ ചെയ്യേണ്ട കപ്പാസിറ്റി ഉണ്ട്. പക്ഷേ DNA ഡാമേജ് ആകുമ്പോൾ അതിൻ്റെ പ്രവർത്തനം കുറച്ചും കൂടി ഡിലേ ആക്കുന്നു, അല്ലെങ്കിൽ അതിന് ബോഡീന് റിപ്പയർ ചെയ്യേണ്ട കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നു. ഈ അസറ്റാൽഡിഹൈഡ് കരളിൻ്റെ ഫങ്ഷൻ അല്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനത്തിനെ കുറയ്ക്കുകയും പലവിധ അസുഖങ്ങൾക്കും രോഗങ്ങൾക്കും കാരണമാകുകയും ചെയ്യുന്നു. 80 മുതൽ 90% പേരുള്ള ആൾക്കാരിലും ഫാറ്റി ലിവറിൻ്റെ ലക്ഷണങ്ങൾ കാണാറില്ല. നമ്മൾ ഏതെങ്കിലും ഒരു അസുഖത്തിന് CT സ്കാനോ MRIയോ അൾട്രാസൗണ്ടോ എടുക്കുമ്പോഴാണ് കൂടുതലും ആൾക്കാർ അറിയപ്പെടുന്നത് ഫാറ്റി ലിവറുള്ള കാര്യം. കൂടാതെ നമുക്ക് ലിവർ എൻസൈം ടെസ്റ്റിലൂടെ നമുക്ക് ഫാറ്റി ലിവർ ഉള്ളത് കണ്ടുപിടിക്കാം. അഡ്വാൻസ്ഡ് ആയിട്ട് ഫൈബ്രോ സ്കാൻ വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ലിവറിൻ്റെ ഗ്രേഡ് അറിയാൻ പറ്റും, ഫാറ്റി ലിവറിൻ്റെ ഗ്രേഡ് അറിയാൻ പറ്റും. കൂടാതെ ഫൈബ്രോസിസ് ആണോ സിറോസിസ് ആണോ എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ ഫൈബ്രോ സ്കാനിലൂടെ സാധിക്കുന്നതാണ്. കൂടാതെ വിറ്റമിൻ D, വിറ്റമിൻ B12, ഗ്ലൂക്കോസമൈൻ, മെഗ്നീഷ്യം, അതുപോലെ തന്നെ തൈറോയ്ഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഇതിലെന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്ന് ഒന്നുകൂടെ നമുക്ക് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഫാറ്റി ലിവറിന് ലക്ഷണങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഇതുപോലത്തെ ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ അൾട്രാസൗണ്ടോ എന്തെങ്കിലും എടുത്ത് നോക്കുക. കാരണം ഫാറ്റി ലിവർ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ് ഇതുപോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ടെസ്റ്റുകളിൽ വ്യത്യാസം വരുന്നത്. ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഫാറ്റി ലിവർ ക്യൂർ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇല്ലെങ്കിൽ ഇത് ഫൈബ്രോസിലോട്ടും സിറോസിലോട്ടും പിന്നീട് ഇത് ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാകാനും കാരണമാകുന്നു. 80 മുതൽ 90% പേരിലും ലക്ഷണങ്ങൾ ഉണ്ടാകില്ല. പിന്നെ വയറിന് വലതുഭാഗത്തായിട്ട് മുകളിൽ വേദന ഉണ്ടാകുക, കണ്ണുകളിൽ അല്ലെങ്കിൽ കൈകാലുകളിൽ വിരലുകളിൽ മഞ്ഞ നിറം കാണുക, പേഷ്യൻ്റ് തിന്നായിരിക്കും അല്ലെങ്കിൽ ആൾക്കാർ തിന്നായിരിക്കും അല്ലെങ്കിൽ ഒത്തിരി ലീനാണ് നമ്മൾ, പക്ഷെ നമ്മുടെ വയറ് മാത്രം വലുതായിക്കൊണ്ടിരിക്കും. അതും ഫാറ്റി ലിവറിൻ്റെ ഒരു ലക്ഷണമാണ്. ഇത് ഫ്ലൂയിഡ് അക്യുമുലേറ്റ് ആകുന്നത് കൊണ്ടുള്ള ഒരു സിംറ്റമാണ് അല്ലെങ്കിൽ ലക്ഷണമാണ്. അതുപോലെ തന്നെ കാലിൽ നീരുണ്ടാകുക,
ചൊറിച്ചിലുണ്ടാകുക, കുറച്ച് ദൂരം നടക്കുമ്പോൾ തന്നെ കിതപ്പുണ്ടാകുക, ഉറക്കക്കുറവുണ്ടാകുക, കൂർക്കം വലി ഉണ്ടാകുക, പ്രധാനമായും മുഖത്തിൻ്റെ ഇരുവശങ്ങളിലും കറുത്ത പാടുകൾ ഉണ്ടാകുക. ഇതൊക്കെയാണ് ഫാറ്റി ലിവറിൻ്റെ എടുത്തു പറയാവുന്ന ലക്ഷണങ്ങൾ. കാലുകളിൽ ചൊറിച്ചിലുണ്ടാകാനും ചെറിയ കറുത്ത പുള്ളി പോലുള്ള പാടുകൾ ഉണ്ടാകാനും പ്രധാന കാരണം ബ്ലഡ് സർക്കുലേഷൻ കുറവാകുന്നത് കൊണ്ടാണ്. കൂടാതെ വെരിക്കോസ് വെയിൻ, സ്പൈഡർ വെയിൻ, അതായത് നമ്മുടെ കാലുകളിൽ വെയിൻ പ്രൊട്രൂഡഡ് ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക എടുത്തു കാണിക്കുന്ന രീതിയിൽ വെയിൻ കാണുക, സ്പൈഡർ വെയിൻ പോലുണ്ടാകുക, ഇതിൻ്റെ പ്രധാന കാരണം ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നതാണ്. ഈ വെരിക്കോസ് വെയിനും സ്പൈഡർ വെയിനും കൂടുതലും സിറോസിസ് പോലുള്ള കണ്ടീഷനിലാണ് കൂടുതലും കാണപ്പെടുന്നത്. കൂടാതെ കാലിൽ എന്താ പറയുക വരൾച്ച ഉണ്ടാകുക, ഡ്രൈ ആകുക, പിന്നെ ക്രാക്ക് ഹീൽസ് അല്ലെങ്കിൽ കാലിൽ വെടിപ്പുണ്ടാകുക. ഇതിന് പ്രധാന കാരണം ലിവറിൻ്റെ ഫങ്ഷൻസ് കുറയും തോറും ഫാറ്റ് മെറ്റബോളിസം കുറയുന്നു. ഫാറ്റ് അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് ഇല്ലെങ്കിൽ എന്ത് പറയുന്നു, നമ്മുടെ സെൽ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ആകുന്നത് ഫാറ്റാണ്. സ്കിന്നിൽ ഡ്രൈനെസ് ഉണ്ടാകാൻ പ്രധാന കാരണവും ഫാറ്റിൻ്റെ അബ്സോർപ്ഷൻ കുറവുള്ളപ്പോഴാണ്. ലിവറിൻ്റെ ഫങ്ഷൻസ് ഇമ്പയർ ആകുമ്പോൾ കാലുകളിൽ ഡ്രൈനെസ് ഉണ്ടാകുന്നു, അതുപോലെ തന്നെ വെടിവുണ്ടാകുന്നു അല്ലെങ്കിൽ ക്രാക്ക് ഹീൽസ് ഉണ്ടാകുന്നു. കഴുത്തിലും റൈറ്റ് ഷോൾഡറിലും കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ പെർസിസ്റ്റൻ്റ് ആയിട്ട് പെയിൻ ഉണ്ടെങ്കിലും ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. കാരണം ഇതും ഫാറ്റി ലിവറിലും അതുപോലെ തന്നെ ലിവർ സിറോസിസ് കണ്ടീഷനിലും ഉണ്ടാകുന്ന ഒരു പ്രധാന ലക്ഷണമാണ്. കിഡ്നി ഫങ്ഷൻസ് തകരാറിലാകുമ്പോൾ മാത്രമല്ല, ലിവർ ഫങ്ഷൻസ് ഇമ്പയർ ആകുമ്പോഴും കാലുകളിൽ നീർക്കെട്ടുണ്ടാകാൻ അല്ലെങ്കിൽ നീർവീക്കം ഉണ്ടാകാൻ, സ്വെല്ലിംഗ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം ഈ ആൽബുമിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ആൽബുമിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോഴാണ്. ഓൾറെഡി പറഞ്ഞു, ആൽബുമിൻ എന്നത് നമ്മുടെ ബോഡിയിലുള്ള വാട്ടർ മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്ടർ റിട്ടൻഷന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ആൽബുമിൻ എന്നത്. ഇത് നമ്മുടെ ബ്ലഡ് സെൽസിലെയും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസിൻ്റെയും സെൽസിൻ്റെയും വാട്ടറിൻ്റെ മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് ഈ ആൽബുമിനാണ്. അപ്പോൾ ഈ ആൽബുമിൻ്റെ പ്രൊഡക്ഷൻ കുറയും ലിവർ ഫങ്ഷൻസ് ഇമ്പയർ ആകുമ്പോൾ. ഇത് എന്ത് പറയുന്നു, നമ്മുടെ വയറിലെ വാട്ടർ അക്കുമുലേഷനും കൂടാതെ കാലുകളിലെ വാട്ടർ അക്കുമുലേഷൻ അല്ലെങ്കിൽ നീരിനും കാരണമാകുന്നു. ഇത് എഡിമ പോലെ കണ്ടീഷൻസിന് പ്രധാന കാരണമാണ്. പിന്നെ മുഖത്തിൻ്റെ ഇരുവശങ്ങളിൽ കറുത്ത പാടുണ്ടാകുന്നതിനും നെക്കിലും ആംപിറ്റിലും അതുപോലെ തന്നെ തുടഭാഗങ്ങളിലും കറുപ്പുണ്ടാകാൻ പ്രധാന കാരണം നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാകുന്നു. കാരണം ഒട്ടുമിക്ക ഹോർമോൺസിൻ്റെ മെറ്റബോളിസത്തിനും റെഗുലേഷനും സെക്രീഷനും ലിവർ വളരെ അത്യാവശ്യമാണ്. ലിവറിൻ്റെ ഫങ്ഷൻസ് ഇമ്പയർ ആകുമ്പോൾ ഇവയുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ ഇവയുടെ സെക്രീഷൻസും അബ്നോർമൽ ആകുന്നു. അപ്പോൾ ഇതിലൂടെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകുന്നു. ഫാറ്റി ലിവറിൽ ബ്ലഡ് വെസൽസ് ഡാമേജ് ആകാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇത് അയൺ ഡിപ്പോസിറ്റിന് കാരണമാകുന്നു. ഇതിലൂടെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൂടുതലായിട്ടും ബ്ലാക്ക് പാച്ചസ് നമ്മുടെ കഴുത്തിന് ചുറ്റും ആംബിറ്റിലൊക്കെ ഉണ്ടാകുന്നു. ഫാറ്റി ലിവറിൽ ഉറക്കക്കുറവ് ഒരു പ്രധാന ലക്ഷണമാണ്. ഉറക്കക്കുറവ് കാരണം മെലറ്റോണിൻ്റെ സെക്രഷൻ കുറയുന്നു. ഇത് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ പോലുള്ള കണ്ടീഷൻസിനും കാരണമാകുന്നു. സാധാരണ ക്ഷീണം, തളർച്ചയൊക്കെ ഫാറ്റി ലിവറുള്ള വ്യക്തികളിൽ കണ്ടുവരുന്നുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഫാറ്റി ലിവർ ഉണ്ടാകുമ്പോൾ ഒത്തിരി ഇൻഫ്ലമേഷൻ പ്രോസസ്സ് നമ്മുടെ ശരീരത്തിൽ നടക്കും. ഇൻഫ്ലമേഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ സൈറ്റോകൈൻസ് റിലീസ് ആകുന്നു. ഇത് നമ്മുടെ ബോഡിക്ക് എന്ത് വരുന്നു, ഒരു ടയർഡ്നെസ്, ഫെറ്റിക് പോലുള്ള കണ്ടീഷൻ വരാൻ കൂടുതലും കാരണമാകുന്നു. ഫാറ്റി ലിവറിൻ്റെ പ്രധാന കാരണം അല്ലെങ്കിൽ കരൾവീക്കത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ ആഹാര രീതിയും നമ്മുടെ ലൈഫ് സ്റ്റൈലുമാണ്. അതായത് എക്സസൈസ് ഇല്ലായ്മയും അതുപോലെ തന്നെ ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കുക, പ്രോസസ്ഡ് ഫുഡ് കഴിക്കുക, ടിൻഡ് ഫുഡ് കഴിക്കുക, ഒത്തിരി സ്വീറ്റ്നെസ് അടങ്ങി അല്ലെങ്കിൽ ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റുള്ള ആഹാരങ്ങൾ, അതായത് നമ്മൾ കഴിക്കുന്ന സ്ക്വാഷ് ആയിക്കോട്ടെ, ഫ്രൂട്ട് ജ്യൂസ് ആയിക്കോട്ടെ, ടിൻഡ് ഫ്രൂട്ട്സ് ഐറ്റം ആയിക്കോട്ടെ, ഇതിലൊക്കെ ഹൈ ഫ്രക്ടോസ് കോൺസെപ്റ്റ് ഉണ്ട്. ഇതും ഒരു പ്രധാന കാരണം തന്നെയാണ്. കൂടാതെ റിഫൈൻഡ് ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. നമ്മൾ ഒത്തിരി ആഹാരം അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ റൈസൊക്കെ റിഫൈൻഡ് ആക്കുമ്പോൾ ഇതിലുള്ള ഫൈബേഴ്സും ബാക്കിയുള്ള വിറ്റമിൻസും മിനറൽസും പോകുകയും വെറും കാർബ്സ് മാത്രമാണ് ഈ റിഫൈൻഡ് ആയിട്ടുള്ള റൈസിൽ ഉണ്ടാകുന്നത്. ഇത് കാലറി കൂട്ടുകയും എക്സ്ട്രാ വരുന്ന കാലറി ഗ്ലൈക്കോജനായിട്ട് ലിവറിൽ സ്റ്റോർ ആകുകയും ചെയ്യുന്നു. റിഫൈൻഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൽ ഇപ്പം നമുക്ക് മൈദ ആയിക്കോട്ടെ, ഇപ്പോൾ കാണുന്ന വീറ്റ് അല്ലെങ്കിൽ ആട്ട, ഇതൊക്കെ ഒത്തിരി റിഫൈൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ്. കൂടുതലും റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിലൊക്കെ കെമിക്കൽ കണ്ടന്റ് ഉണ്ട്. ഇതും ഫാറ്റി ലിവറിനൊരു പ്രധാന കാരണമാണ്. അമിതമായിട്ടുള്ള അരിയാഹാരത്തിൻ്റെ ഉപയോഗം, അമിതമായിട്ടുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളുടെ ഉപയോഗം, ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അളവ് കുറവും ഫൈബറിൻ്റെ അളവ് കുറവ് അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഇതൊക്കെ കാലറീസ് കൂട്ടുകയും അല്ലെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് ശരീരത്തിൽ കൂട്ടുകയും ലിവറിൽ ഇത് സ്റ്റോർ ആകുകയും ചെയ്യുന്നു. നമുക്ക് എങ്ങനെ ഫാറ്റി ലിവർ മാനേജ് ചെയ്യാം?
എന്ന് നോക്കുകയാണെങ്കിൽ വളരെ ഈസിയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഒരു വേയിൽ കൊണ്ടുവരികയാണെങ്കിൽ തന്നെ നമുക്ക് ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാം. നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വ്യായാമം, നമ്മുടെ ഉറക്കം, ശരിയായിട്ടുള്ള ഭക്ഷണം തിരഞ്ഞെടുക്കുന്നതിലൂടെ ഇവയിലൂടെയൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്ത് കൊണ്ടുപോകാനും ലിവറിൻ്റെ ഫങ്ഷൻസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കും. പ്രധാനമായും നമ്മുടെ വെയിറ്റിൽ നിന്ന് ഒരു 10% കുറയ്ക്കുക. ഇപ്പോൾ എനിക്ക് 70 kg ആണെങ്കിൽ ഞാനൊരു 7% കുറയ്ക്കണം. ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യം വെയിറ്റ് കുറയ്ക്കുക. രണ്ടാമത്തെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, റെഗുലർ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഡെയിലി നമ്മൾ ചെയ്യുക. ഇപ്പോൾ റണ്ണിങ് ആയിക്കോട്ടെ, വാക്കിംഗ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്തെങ്കിലും എക്സസൈസ് ആയിക്കോട്ടെ, ഒരു ഡെയിലി ഒരു 30 minutes അതിന് വേണ്ടി നമ്മൾ മാറ്റി വയ്ക്കുക. ഇത് നമ്മുടെ കാലറി ബേൺ ചെയ്യാൻ ഹെൽപ്പ് ആകുന്നു. അധികമായിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്ലൈക്കോജനും അതുപോലെ തന്നെ ട്രൈഗ്ലിസറൈഡ്സും നമ്മുടെ ബോഡിയുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയും ഇതിലൂടെ ഫാറ്റി ലിവർ നമുക്ക് റിവേഴ്സ് ചെയ്യാനും സാധിക്കും. കൂടാതെ അധികമായിട്ടുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ്, ടിൻഡ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സൊക്കെ കഴിവതും ഒഴിവാക്കുക. ഇതിൻ്റെ പ്രധാന കാരണം ഇതിൽ ഒത്തിരി ഫാറ്റ്സ് ഉണ്ട്, കൂടാതെ ട്രാൻസ് ഫാറ്റ് ഉണ്ട്. ഇതൊക്കെ എന്താ പറ്റുക, വീണ്ടും കൊളസ്ട്രോളിൻ്റെ അളവ് കൂട്ടുന്നു, ശരീരത്തിൽ ഫാറ്റിൻ്റെ അളവ് കൂട്ടുന്നു. സ്റ്റോറാകുന്ന ഫാറ്റ് വീണ്ടും സ്റ്റോറാകുന്നതല്ലാതെ ഇതിൻ്റെ യൂട്ടിലൈസേഷൻ ഒന്നും വരുന്നില്ല. സോ നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് കാലറി ഡെഫിസിറ്റുള്ള ഫുഡ് കാലറി ഡെഫിസിറ്റിൽ കഴിക്കുക. അതായത് ഇപ്പം നമുക്ക് സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്നവർക്ക് ഒരു 1500 kcal പെർ ഡേ മതി. നമ്മളപ്പോൾ എന്താ ഒരു 1000 കഴിക്കുകയാണെങ്കിൽ 1000 calorie അല്ലെങ്കിൽ ഒരു 800 calories ആണ് എടുക്കണമെങ്കിൽ ബാക്കിയുള്ള എനർജിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലിവറിൽ നിന്ന് സ്റ്റോർ ആയിരിക്കുന്ന ഫാറ്റും ഗ്ലൈക്കോജനും റിലീസ് ആക്കുന്നു. ഇത് നമ്മുടെ ഫാറ്റി ലിവർ കുറയ്ക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. ഒട്ടുമിക്ക ആൾക്കാരും എനിക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് എക്സസൈസ് ചെയ്യാനോ യോഗ ചെയ്യാനോ മെഡിറ്റേഷൻ ചെയ്യാനോ സമയമില്ലെന്നൊക്കെ പറയാറുണ്ട്. ഡെയിലി അല്ലെങ്കിലും വീക്കിലി ഒരു 3 മണിക്കൂർ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു വീക്ക്ലി ഒരു 5 days റെഗുലറായിട്ട് ചെയ്താലും നമുക്ക് ഫാറ്റി ലിവർ മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഭക്ഷണത്തിൽ omega-3 ഫാറ്റി ആസിഡ് റിച്ച് ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക. കൂടുതലായിട്ടും ഇത് ഒലിവ് ഓയിൽ, അവക്കാഡോ, പിന്നെ ചെറു മത്സ്യങ്ങളിൽ കൂടുതലും മത്തി, നെത്തോലി പോലുള്ള ചെറു മത്സ്യങ്ങളിലാണ് omega-3 ഫാറ്റി ആസിഡ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. മീൻ കഴിക്കുന്നത് നല്ലതാണ്, പക്ഷേ കഴിവതും കറി വെച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ ഫ്രൈ ആകുന്നതോറും വീണ്ടും ട്രാൻസ് ഫാറ്റിൻ്റെ അളവ് കൂടുന്നു. സോ കഴിവതും എന്ത് ചെയ്യുക, കറി വെച്ച് കഴിക്കാൻ നോക്കുക. പ്രോബയോട്ടിക്സ് ആഡ് ചെയ്യുക, കേർഡ്സ്, യോഗട്ട്സ് ഇവയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാം. നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം രാവിലെയും ഉച്ചയ്ക്ക് നമുക്ക് ആഹാരം കഴിക്കാം. രാത്രി ആകുമ്പോൾ ഒരു 6 മണിക്ക് മുമ്പേ ആഹാരം കഴിച്ച് അങ്ങ് നിർത്തുക. നമുക്ക് 6 to അപ്പോൾ ഈവനിങ് 6 to മോർണിംഗ് 6 വരെ നമ്മൾ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിലാണ്. നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ചെയ്യാം. കൂടാതെ രാവിലെയും രാത്രിയും ഫ്രൂട്ട്സോ വെജിറ്റബിൾസും ആഡ് ചെയ്യുക. ഉച്ചയ്ക്ക് മാത്രം ലഘുഭക്ഷണങ്ങൾ, കാർബ്സ് അടങ്ങിയിട്ടുള്ള അരി ആഹാരങ്ങളും വെജിറ്റബിൾ സാലഡ്സും എടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് ഫാറ്റി ലിവറിനെ റിവേഴ്സ് ചെയ്യാം. നട്ട്സ് ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഇതിൽ omega-3 ഫാറ്റി ആസിഡും അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. omega-3 ഫാറ്റി ആസിഡ്സ് ബാഡ് കൊളസ്ട്രോളിനെ ഗുഡ് കൊളസ്ട്രോൾ ആക്കുന്നു. അതുപോലെ തന്നെ നട്ട്സിൽ കാണുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് ഓക്സിഡേറ്റീവ് ഡാമേജ്, നമ്മുടെ ലിവർ ഡാമേജ് ആയിട്ടുള്ളത് റിപ്പയർ ചെയ്യുന്നു. കൂടാതെ ക്യാൻസർ പോലുള്ള കണ്ടീഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യാനും ക്യാൻസർ പോലുള്ള കണ്ടീഷൻസ് വരാതിരിക്കാനും സഹായിക്കുന്നു. കഴിവതും ലോ ഗ്ലൈസമിക് ഇൻഡെക്സ് ഉള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ നോക്കുക. എടുത്ത് പറയുകയാണെങ്കിൽ അവക്കാഡോ, ഓറഞ്ച്, പേരയ്ക്ക, ആപ്പിൾ, പഴങ്ങൾ നല്ലതാണ്. ഒത്തിരി പഴുക്കാത്ത അല്ലെങ്കിൽ ഒത്തിരി പഴുത്ത രീതിയിലുള്ള പഴങ്ങളല്ല, അല്ലാത്ത രീതിയിലുള്ള പഴങ്ങൾ വളരെ നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻറ്റ് റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കഴിക്കുക. ഇതിൽ ആപ്പിൾ, പൊമിഗ്രാനൈറ്റ് ഉൾപ്പെടുന്നു. ഇവ ലിവർ ഡാമേജ് ഉണ്ടാക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ക്രൂസിഫറസ് വെജിറ്റബിൾസ് കൂടുതലും ആഡ് ചെയ്യുക. ക്യാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ ഇവ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. കൂടുതലും ബെറീസ്, അതായത് ആംല, സ്ട്രോബെറീസ്, ബ്ലൂബെറി, ബ്ലാക്ക് ബെറീസ് ഇവയൊക്കെ നമുക്ക് കഴിക്കാവുന്നതാണ്. കോഫി റെഗുലറായിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി കാർസിനോജനെ നിർവീര്യമാക്കുകയും ചെയ്യുന്നു. ശരിയായിട്ടുള്ള ഭക്ഷണക്രമത്തിലൂടെയും വ്യായാമത്തിലൂടെയും ഉറക്കത്തിലൂടെയും അതുപോലെ തന്നെ ദിവസവും 3 മുതൽ 4 ലിറ്റർ വരെ വെള്ളം കുടിക്കുന്നതിലൂടെയും നമുക്ക് ലിവറിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഭക്ഷണക്രമങ്ങളിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ മാത്രം മതി. omega-3 ഫാറ്റി ആസിഡ് റിച്ചുള്ള ഫുഡ്സ് കഴിക്കുക, വെജിറ്റബിൾസ് ആഡ് ചെയ്യുക, എപ്പോഴും ഹൈഡ്രേറ്റ് ആയിരിക്കുക എന്നിങ്ങനെ കുറച്ച് കാര്യങ്ങളിലൂടെ നമുക്ക് ലിവറിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.